എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് PM കിസാൻ സമ്മാൻ നിധിയിലുള്ള കർഷകരാണെങ്കിൽ വീഡിയോ പൂർണ്ണമായിട്ടും കാണേണ്ടതാണ്. അതോടൊപ്പം തന്നെ വമ്പൻ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ എത്തിക്കുവാൻ പോകുകയാണ്. അതിൻ്റെ നടപടികൾ പുരോഗമിക്കുന്നതിനാലാണ് 20ാമത്തെ ഗഡുവിൻ്റെ വിതരണം നീണ്ടുപോയത്. ഇപ്പോൾ 20ാമത്തെ ഗഡുവിൻ്റെ വിതരണം എത്തുകയാണ്. ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും കാർഷിക മേഖലയിൽ പുതിയ പദ്ധതിയുമായിട്ട് വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന എന്ന പേരിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 100 കർഷക ജില്ലകളെ വികസിപ്പിക്കുവാൻ ലക്ഷ്യമിട്ട് 24,000 കോടി രൂപ കേന്ദ്ര സർക്കാർ നീക്കിവച്ചിരിക്കുകയാണ്. രാജ്യം ആകെയുള്ള 1.7 കോടിയോളം കർഷകർക്ക് ഇതിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ പ്രയോജനം ലഭിക്കുന്നതാണ്. 6 വർഷം കൊണ്ട് പദ്ധതി നടപ്പിലാക്കുമെന്നാണ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള അറിയിപ്പുകൾ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതുപോലെ കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് പദ്ധതിക്കായിട്ട് പണം നീക്കിവയ്ക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാർഷിക രംഗത്തെ പ്രധാന 100 ജില്ലകളിൽ ഉൽപ്പാദനം വളർത്തുവാനും സുസ്ഥിര കൃഷി വികസിപ്പിക്കുവാനും ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജ്യത്തെ വിളവ് കുറഞ്ഞ കാർഷിക ജില്ലകളെ അടക്കം ഉത്തേജിപ്പിക്കുവാനുള്ളതാണ് പുതിയ പദ്ധതി. ഓരോ സംസ്ഥാനത്തെയും കുറഞ്ഞത് ഒരു ജില്ലയെങ്കിലും പദ്ധതിയുടെ ഭാഗമാക്കുന്നതാണ്. പദ്ധതിയുടെ നടത്തിപ്പിനായിട്ട് ജില്ലാ, സംസ്ഥാന, ദേശീയ തലത്തിലെ വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതാണ്. ഇതിലൂടെ മെച്ചപ്പെട്ട വിളവും മെച്ചപ്പെട്ട വരുമാനവും മികച്ച ജീവിത നിലവാരവും കർഷകർക്ക് ഉറപ്പാക്കുവാൻ സാധിക്കുമെന്നാണ് നിലവിലിപ്പോൾ വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള വിവിധ പദ്ധതി ആനുകൂല്യങ്ങളും വിള ഇൻഷുറൻസും അടക്കം കർഷകർക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ കർഷകരോട് അഗ്രി സ്റ്റാക്ക് കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്ട്രേഷൻ ചെയ്ത് കർഷക ID എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജൂലൈ 31-നുള്ളിൽ PM കിസാൻ സമ്മാൻ നിധിയിൽ ഉള്ളവരോട് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്ന് സംസ്ഥാനത്ത് നിർദ്ദേശവും വന്നിരുന്നു. നേരത്തെ കൃഷി ഭവൻ മുഖേന മാത്രമായിരുന്നു രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നത്. അതിപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും CSI സെന്ററുകൾ മുഖേനയും സാധിക്കുന്നതാണ്. അതിനാൽ ഇനിയും കർഷക ID എടുക്കാത്തവർ ജൂലൈ 31-നുള്ളിൽ ഏതായാലും കർഷക രജിസ്ട്രേഷൻ പൂർത്തീകരിക്കേണ്ടതാണ്. അടുത്തത് 20ാമത്തെ ഗഡുവിൻ്റെ വിതരണത്തെക്കുറിച്ചാണ്. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള 4 മാസത്തെ തുകയായിട്ടുള്ള 2000 രൂപയാണ് എത്തിച്ചേരുവാനായിട്ട് ഉള്ളത്. സാധാരണ ജൂൺ മാസത്തിൽ, അതായത് ഗഡുവിൻ്റെ 3ാം മാസത്തിലൊക്കെ തന്നെ വരുന്ന തുകയാണ് ഇപ്പോൾ 4ാം മാസത്തിലേക്ക് നീണ്ടിരിക്കുന്നത്. പുതിയ കർഷക സഹായ പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയുടെ പ്രഖ്യാപന തിരക്കുകൾ കൊണ്ടും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ തിരക്കുകൾ കൊണ്ടും ഒക്കെയാണ് വിതരണ തീയതി നീണ്ടുപോയത്. നിലവിൽ പ്രധാനമന്ത്രി ഇപ്പോഴും വിദേശ പര്യടനത്തിലാണ്. UK മാലിദ്വീപ് സന്ദർശനം കഴിഞ്ഞ് ജൂലൈ 26-നാണ് പ്രധാനമന്ത്രി ഇനി രാജ്യത്ത് തിരിച്ചെത്തുന്നത്. അതിനുശേഷമായിരിക്കും PM കിസാൻ നിധിയുടെ 20ാമത്തെ ഗഡുവിൻ്റെ വിതരണ തീയതി പ്രഖ്യാപിക്കുന്നത്. കിസാൻ നിധിയുടെ ഔദ്യോഗിക വെബ് പോർട്ടലിൽ ഇതിൻ്റെ അറിയിപ്പും വരുന്നതാണ്. കൂടാതെ കിസാൻ നിധി ഗുണഭോക്താക്കളുടെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിലേക്കും ഇതിൻ്റെ അറിയിപ്പുകൾ എത്തുന്നതാണ്. 20ാമത്തെ ഗഡുവിൻ്റെ കാലാവധി തീരുന്നത് ജൂലൈ 31-ന് മുമ്പായിട്ട് തന്നെ ഗഡു തുക എത്തിച്ചേരുന്നതാണ്. ഇതിന് മുൻപുള്ള ഗഡുക്കൾ വിവിധ കാരണങ്ങളാൽ മുടങ്ങിയവർക്ക്, ഉദാഹരണത്തിന് ലാൻഡ് സീഡിങ്, ആധാർ അക്കൗണ്ട് ലിങ്കിങ്, KYC വീണ്ടും ചെയ്യൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം മുൻഗഡുക്കൾ മുടങ്ങിയവർക്ക് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കഴിഞ്ഞുവെങ്കിൽ 20ാമത്തെ ഗഡുതുകയായിട്ടുള്ള 2000-നോടൊപ്പം തന്നെ മുടങ്ങിയ ഗഡുതുകകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.